പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഹർജിയിൽ സാന്ദ്ര തോമസിന് തിരിച്ചടി. സാന്ദ്ര തോമസിന്റെ 3 ഹർജികൾ എറണാകുളം ജില്ലാ സബ് കോടതി തള്ളി. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടത്തരുത്, ഭരണാധികാരിയെ മാറ്റണം, അഡ്വക്കേറ്റ് കമ്മീഷനെ വെച്ച് തെരഞ്ഞെടുപ്പ് നടത്തണം എന്നീ ഹർജികളാണ് തള്ളിയത്. നോമിനേഷൻ തള്ളിയതിൻ്റെ കൊടുത്തേക്കുന്ന വേറെ സൂട്ടാണ്. അതിൻ്റെ റിസൾട്ട് ഇതുവരെയും വന്നിട്ടില്ല, അത് പെൻഡിങ്ങിലാണ്. ഈ ആദ്യം കൊടുത്ത വരണാധികാരിക്കെതിരെ കൊടുത്ത ഈ 3 ആപ്ലിക്കേഷനാണ് തള്ളിയതായിട്ട് ഇപ്പം അറിഞ്ഞിരിക്കുന്നത്. അതിൻ്റെ തുടർ നടപടികൾ വക്കീലുമായിട്ട് ആലോചിച്ച് എന്താണ് ചെയ്യേണ്ടത് നിയമോപദേശം നോക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും. ഇനി എന്താണ്, എനിക്കങ്ങനെ നിരാശയൊന്നുമില്ല. കാരണം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ്, എല്ലാം കൊണ്ടും പവർഫുൾ ആയിട്ടുള്ള ആളുകൾക്കെതിരെയാണ് എൻ്റെ യുദ്ധം. എല്ലാ സൈഡിൽ നിന്നും നീതി കിട്ടും എന്നൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ എന്നാൽ പോലും ഞാൻ എൻ്റെ യുദ്ധം അല്ലെങ്കിൽ എൻ്റെ പോരാട്ടം തുടർന്നുകൊണ്ടേയിരിക്കും. റിയ വിവരങ്ങളുമായിട്ടുണ്ട്. റിയ, നിരാശയില്ല, തൻ്റെ ഒരു ദൗത്യം അത് തുടരുമെന്നാണ് സാന്ദ്ര വ്യക്തമാക്കുന്നത്. എന്തൊക്കെ കാരണങ്ങൾ പറഞ്ഞാണ് കോടതി ഈ ആവശ്യങ്ങൾ തള്ളുന്നത്? കോടതിയുടെ ഒരു വിശദമായ വിധി പകർപ്പ് നമുക്ക് ലഭ്യമാകുന്നതേ ഉള്ളൂ. പക്ഷേ ഈ വരണാധികാരിയെ നിയമിച്ചതടക്കം ചോദ്യം ചെയ്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് നിർത്തിവെക്കണം, ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് സാന്ദ്ര നൽകിയ ഹർജിയാണ് ഇപ്പോൾ എറണാകുളം ജില്ലാ സബ് കോടതി തള്ളിയിരിക്കുന്നത്. പത്രികകൾ തള്ളിയതിനെതിരെ സാന്ദ്ര മറ്റൊരു ഹർജി കൂടി കോടതിയിൽ നൽകിയിരുന്നു. പക്ഷേ കോടതി ഇതുവരെ അത് പരിഗണിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ 14-ാം തീയതി ഇലക്ഷൻ നടക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ സാന്ദ്രയ്ക്ക് ഇത്തവണ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സാന്ദ്രയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: നിരാശയും വേദനയും നൽകുന്ന വിധിയാണ്. കോടതി എന്തുകൊണ്ട് ഇങ്ങനൊരു തീരുമാനമെടുത്തു എന്നറിയില്ല. വക്കീലുമായി ആലോചിച്ച ശേഷം തുടർ നടപടികൾ തീരുമാനിക്കുമെന്നുള്ളതാണ്. മാത്രമല്ല, എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് സാന്ദ്ര മത്സരിക്കുന്നുണ്ട്. ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു. ഫിലിം ചേംബറിന്റെ തെരഞ്ഞെടുപ്പിലും താൻ മത്സരിക്കുമെന്നതാണ് സാന്ദ്ര മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. ഇതിനുശേഷം നിർമ്മാതാക്കളും മാധ്യമങ്ങളെ കണ്ടിരുന്നു. ബൈലോ പ്രകാരമാണ് തെരഞ്ഞെടുപ്പ്, അത് കോടതിയിൽ തന്നെ തെളിഞ്ഞല്ലോ എന്നതായിരുന്നു അവരുടെ പ്രതികരണം. സാന്ദ്രയുടേത് നിരാശയാണെന്ന ലിസ്റ്റിനടക്കം പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്കറിയാം, വലിയൊരു പോരാട്ടമായിരുന്നു സാന്ദ്രയുടെ ഭാഗത്തുനിന്നുണ്ടായത്. കാരണം തനിക്ക് ബൈലോ പ്രകാരം മത്സരിക്കാം, പക്ഷെ അതിവിടെ അംഗീകരിക്കുന്നില്ല എന്നതായിരുന്നു സാന്ദ്ര മുന്നോട്ട് വെച്ചത്. എന്തായാലും ആ ഹർജി കോടതി ഇതുവരെ പരിഗണിച്ചിട്ടില്ല. പക്ഷെ തെരഞ്ഞെടുപ്പ് 14-ാം തീയതി നടക്കുന്നത് കൊണ്ട് തന്നെ ഇനി അത് പരിഗണിച്ച് മത്സരിക്കാനുള്ള ഒരു സാധ്യതയില്ല. അതുകൊണ്ട് ഇത്തവണ സാന്ദ്രയ്ക്ക് മത്സരിക്കാൻ കഴിയില്ല. ശരി.